1906 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം തെക്കൻ തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നത്. മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമസ്തക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയുന്നതിനേക്കാളും മുമ്പ് ഈ കേരളത്തിൽ വൈജ്ഞാനിക ഗോപുരങ്ങൾ പടുത്തുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വൈജ്ഞാനിക മുന്നേറ്റത്തെ എവിടെയാണ് നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല. എ പി അബ്ദുൽ ഖാദർ മൗലവി പൊന്നാനിയിലെ ഒരു പ്രദേശത്ത് വാദപ്രതിവാദത്തിന് പോയി. അവിടെ വാദപ്രതിവാദത്തിന്റെ വിഷയം എന്താ? മുസ്ലിം പെൺകുട്ടികളെ സ്കൂളിലേക്ക് മലയാളം പഠിക്കാൻ പറഞ്ഞേക്കണം എന്ന വിഷയത്തിൽ 1960-കളിൽ സംവാദം നടന്ന മണ്ണാണ് ഈ കേരളം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ആരാണ്? ഒരു ഭാഗത്ത് മുജാഹിദ് പ്രസ്ഥാനം, എന്നാൽ മറുഭാഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പണ്ഡിതന്മാരും. അവരുന്നയിച്ച വാദം എന്താണ്? മുസ്ലിം പെൺകുട്ടികൾ അക്ഷരം പഠിക്കാൻ പാടില്ല, എഴുത്തു പഠിക്കാൻ പാടില്ല. അതിന് കാരണം എന്താ പറഞ്ഞത്? കോഴിക്കോട്ടെ പന്നിയങ്കരയിലെ സുലൈഖ എന്ന് പറയുന്ന പന്നിയങ്കരയിലെ പെണ്ണ് രവി എന്ന ചെറുപ്പക്കാരന് കത്തെഴുതിയത് പെണ്ണ് എഴുത്തു പഠിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് സ്ത്രീകൾ എഴുത്തു പഠിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് ഫത്വ പുറപ്പെടുവിച്ചവർ. എന്നാൽ ഇന്നോ MT അബ്ദുള്ള മുസ്ലിയാർ വനിതാ കോളേജിന്റെ നേതാവായി നിൽക്കുന്ന കേരളത്തിലാണ്. അമ്പലക്കട അമീദ് ഫൈസി വനിതാ കോളേജുകൾ ഉണ്ടാക്കിയ കേരളത്തിലാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ നവോത്ഥാന ചരിത്രങ്ങളെ വിളിച്ചു പറയുന്നത് എന്ന വസ്തുത നിങ്ങൾ ഓർക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമുണ്ട്.